ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ 11. എൻ്റെ ഹൃദയ കണ്ണുകൾ തുറക്കുക. ദൈവം നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:17 മാസം തികയാതെ ജനിച്ച ക്രിസ്റ്റഫർ ഡബ്ലി എന്ന കുഞ്ഞ് രക്ഷപ്പെട്ട് ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തി. 2001 സംഭവിച്ചത്. 5 മാസം പ്രായമുള്ളപ്പോൾ അമ്മായിയുടെ കുടുംബം അവനെ ദത്തെടുക്കുന്നതുവരെ അവൻ ഫോസ്റ്റർ കെയർ സിസ്റ്റത്തിൽ കഴിഞ്ഞു. അന്ധനും ഓട്ടിസം ബാധിച്ചവനുമായിരുന്നിട്ടും 4 വയസ്സുള്ള ക്രിസ്റ്റഫറിന് തികഞ്ഞ ശബ്ദമുണ്ടെന്ന് ഒരു അധ്യാപകൻ മനസ്സിലാക്കി. 6 വർഷത്തിനു ശേഷം പള്ളിയിൽ വച്ച് ക്രിസ്റ്റഫർ സ്റ്റേജിൽ നിന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കുക എന്ന് പാടി. ആ വീഡിയോ ഓൺലൈനിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ വീക്ഷിച്ചു. 2020 ഒരു വികലാംഗ അഭിഭാഷകനായി സേവനമനുഷ്ഠിക്കാനുള്ള തൻ്റെ ലക്ഷ്യം ക്രിസ്റ്റഫർ പങ്കുവച്ചു. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് തുറക്കപ്പെട്ട ഹൃദയ കണ്ണുകളുള്ളവനുള്ള സാധ്യതകൾ പരിധിയില്ലാത്തതാണെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. എഫേസോസിലെ സഭയുടെ ധീരമായ വിശ്വാസത്തിന് അപ്പോസ്തലനായ പൗലോസ് അവരെ അഭിനന്ദിച്ചു. അവർ അവനെ നന്നായി അറിയുന്നതിനായി അവർക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നൽകണമെന്ന് പൗലോസ് ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം തൻ്റെ ജനത്തിന് വാഗ്ദാനം ചെയ്ത പ്രത്യാശയും അവകാശവും അവർ മനസ്സിലാക്കേണ്ടതിന് അവരുടെ കണ്ണുകൾ പ്രകാശിക്കണം, അല്ലെങ്കിൽ തുറക്കപ്പെടണമെന്ന് അവൻ പ്രാർത്ഥിച്ചു. നമുക്ക് തന്നെ വെളിപ്പെടുത്താൻ ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ നമുക്കവനെ കൂടുതൽ അറിയാനും ദൈവത്തിൻ്റെ നാമം, ശക്തി, അധികാരം എന്നിവ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കാനും കഴിയും. യേശുവിലുള്ള വിശ്വാസത്തോടും എല്ലാ ദൈവജനങ്ങളോടുമുള്ള സ്നേഹത്തോടും കൂടി നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അനന്തമായ സാധ്യതകളെ തെളിയിക്കുന്ന വഴികളിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ചിന്തിക്കുക. തടസ്സങ്ങളും പരിമിതികളും തരണം ചെയ്യാൻ ദൈവം നിങ്ങളെ എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത്? ദൈവത്തിൻ്റെ സത്യം, സ്വഭാവം, സ്നേഹം എന്നിവ അറിയുന്നത് നിങ്ങൾ വെല്ലുവിളികളെ കാണുന്ന രീതിയെ എങ്ങനെ മാറ്റും? ദൈവത്തിന് മഹത്വം.